പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 11-ാം തീയതി വ്യാഴാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദാനമാണ് ഈ ദിവസം എന്ന് തിരിച്ചറിയാൻ, എളിമയോടുകൂടെ അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കൃപ തരണമേ. ഞങ്ങളെല്ലാ പ്രവർത്തന മേഖലകളിലും ഇന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 76-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ധ്യാനിക്കാം. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. സഖറിയായുടെ പ്രവചനഗീതത്തിനിടയിലെ ഒരു മനോഹരമായ വചനം. തൻ്റെ മകൻ യോഹന്നാൻ്റെ ദൗത്യം എന്തായിരിക്കണമെന്ന് പ്രവചിക്കുകയാണ് അപ്പൻ. നമ്മുടെയും ദൗത്യം ഇതുതന്നെയാണ്. നമ്മുടെ കർത്താവിന് വഴിയൊരുക്കണം. എല്ലാവരെയും കർത്താവിലേക്ക് ആകർഷിച്ച് എത്തിക്കണം. കർത്താവെ, അങ്ങയുടെ പ്രവാചകരായും പ്രതിരൂപങ്ങളായും ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.